ഹരിയാനയിൽ 25 ലക്ഷം വ്യാജ വോട്ടർമാരുണ്ടെന്ന രാഹുൽ ഗാന്ധി നാടകീയമായി അവകാശപ്പെട്ടപ്പോൾ ഒരു ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം ഉപയോഗിച്ച് 200-ലധികം വോട്ടർമാർ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ അതൊരു വലിയ ഗൂഢാലോചന സിദ്ധാന്തമായിട്ടൊക്കെയാണ് നമ്മുടെ മലയാള മാധ്യമങ്ങൾ അവതരിപ്പിച്ചത്. എന്നാൽ ദേശീയ മാധ്യമങ്ങളുടെ അന്വേഷണത്തിൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞടുങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവർ കള്ളവോട്ടർമാരല്ല, യഥാർത്ഥ വോട്ടർമാർ തന്നെയായിരുന്നുവെന്ന് അവരുടെ വീടുകളിൽ പോയി സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് ദേശീയ മാധ്യമങ്ങൾ. മാത്രമല്ല, അവരുടെ വോട്ടർ ഐ ഡിയിലെ ചിത്രങ്ങൾ മാറിയത് തട്ടിപ്പല്ല, മറിച്ചൊരു സാങ്കേതിക പിഴവ് മാത്രമാണെന്നും കണ്ടെത്തി. എന്നാലും ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിയുടെ ആശങ്കയെ ഗൗരവമായി തന്നെ എടുത്തിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. കാരണം വ്യാജ വോട്ടർമാരെ പൂട്ടാനും ഇരട്ട വോട്ടിന് തടയിടാനും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ AI സാങ്കേതിക വിദ്യ ഇപ്പോൾ വിന്യസിച്ചിരിക്കുകയാണ്. AI എന്നാൽ ഒരു ആളില്ല സംവിധാനം, ആള് ഇല്ല, AI. മനുഷ്യന്റെ ഇടപെടൽ ഇല്ലാതെ തന്നെ പൂർണ്ണമായും ജോലി ചെയ്യാൻ കഴിവുള്ള AI സോഫ്റ്റ്വെയറുകൾ ഇതിനോടകം തന്നെ പല കമ്പനികളും ഉപയോഗപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. നിലവിൽ SIR എന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ബൂത്ത് ലെവൽ ഓഫീസർമാർ നേരിടുന്ന ജോലി സമ്മർദ്ദം കുറയ്ക്കാൻ കൂടി ലക്ഷ്യമിട്ടിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള ഒരു നീക്കം, AI സംയോജനത്തിനുള്ള ഒരു നീക്കം. നിലവിലെ 12 സംസ്ഥാനങ്ങളിലെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ സമയത്ത് ഇരട്ട ഫോട്ടോകൾക്കായി വോട്ടർ ഡാറ്റാബേസുകൾ സ്കാൻ ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ AI പവേർഡ് ഫേഷ്യൽ റെക്കഗ്നിഷൻ ടെക്നോളജി ഉപയോഗിക്കുന്നു. ഒരേ മുഖം ഒന്നിലധികം സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് ഈ സാങ്കേതിക വിദ്യ ഫ്ലാഗ് ചെയ്യും. ഇരട്ട വോട്ടർമാരെ ഒഴിവാക്കാനുള്ള വ്യക്തമായിട്ടുള്ള ഒരു ശ്രമമാണിത്. കുടിയേറ്റ തൊഴിലാളികളുടെ ഫോട്ടോകൾ ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ചുള്ള പരാതികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു നീക്കം. എങ്കിലും ഇലക്ഷൻ കമ്മീഷൻ മനുഷ്യസ്പർശം പൂർണ്ണമായി ഉപേക്ഷിക്കുന്നില്ല. ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ ഒരു മേൽനോട്ടവും ഈ ഒരു പ്രക്രിയയ്ക്ക് ഉണ്ടായിരിക്കും. ഭാവിയിൽ കള്ളവോട്ടിനോ മരിച്ചവരുടെ പേരോ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം പോളിംഗ് സ്റ്റേഷനിലെ ബൂത്ത് ലെവൽ ഓഫീസറിനായിരിക്കും. കൂടാതെ വോട്ടർ പട്ടിക ശുദ്ധീകരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ വോട്ടർ ഐ ഡികൾ ആധാർ നമ്പറുമായി ബന്ധിപ്പിക്കാനൊക്കെ ഇലക്ഷൻ കമ്മീഷൻ പദ്ധതി ഇടുന്നുണ്ട്. ഇത് ഒന്നിലധികം വോട്ടർ ഐ ഡികൾ കൈവശം വെക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. എന്തായാലും പ്രതിപക്ഷം ഇതിലും രാഷ്ട്രീയം കാണുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുൻപ് 2021 ആധാർ വോട്ടർ ഐ ഡി ലിങ്ക് ചെയ്യാനുള്ള കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ നിർദ്ദേശത്തെ അത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്, വോട്ടവകാശം നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പിച്ചും പേയും പറഞ്ഞ് പ്രതിപക്ഷം ശക്തമായി എതിർത്തിരുന്നു. അന്നേ ഈ പദ്ധതികൾ ആരംഭിച്ചിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ചാക്ക് കണക്കിന് ഫയലുകളും പൊക്കിപ്പിടിച്ചുകൊണ്ട് സംസ്ഥാനങ്ങൾ തോറും കയറി ഇറങ്ങേണ്ടി വരില്ലായിരുന്നു. എന്തായാലും SIR ജോലിയുടെ പുരോഗതി വിലയിരുത്തുന്നതിനായിട്ട് പ്രതിപക്ഷത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ തിങ്കളാഴ്ച പശ്ചിമ ബംഗാളിലേതുൾപ്പെടെ 12 ചീഫ് ഇലക്ഷൻ ഓഫീസർമാരുമായി വീഡിയോ കോൺഫറൻസ് നടത്തി SIR പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.